ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്. പ്രീവിയസ് ഇയർ എന്ന് പറയാനില്ല, ഇതുവരെയുള്ള ടേം 1 ടേം 2 അതുപോലെ മോഡൽ എക്സാം അതിൻ്റെ 1 2 ABC എന്ന് പറയുന്ന സെറ്റ്, ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് വരാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാം, അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കേണ്ട എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുന്ന് ഈ പടവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു കാന്തം ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അവിടെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, മുമ്പത്തെ അതിന് മുന്നത്തെ ചാപ്റ്ററിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോയും ഉണ്ടാകണം. അതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. എന്താണ്? കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണം. എങ്ങനെ ചേഞ്ച് ചെയ്യും? ഒന്നുകിൽ നമ്മൾ ഈ കണ്ടക്ടർ അല്ലെങ്കിൽ കോയിലിനകത്തോട്ട് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ കാന്തത്തിന് മുകളിലോട്ട് മൂവ് ചെയ്താലും മതി. എപ്പോഴാണോ കാന്തവും അതുപോലെ ഈ പറയുന്ന കോയിലിനും ഇടയിൽ ഒരു റിലേറ്റീവായ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, അപ്പോൾ ഈ പറയുന്ന ഗാൽവനോമീറ്ററിൽ നമുക്ക് ഡിഫ്ലക്ഷൻ കാണാനായിട്ട് സാധിക്കും. രണ്ടുപേരെയും ഒരുമിച്ച് മൂവ് ചെയ്യുന്ന കേസ് എപ്പോഴെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാകില്ല. അതുപോലെ റെസ്റ്റിലിരിക്കുമ്പോഴും ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. പരസ്പരം ഇവർക്കിടയിൽ റിലേറ്റീവായ മൂവ്മെൻറ്റ് ഉണ്ടാകണം. അപ്പോൾ ആദ്യം ഇപ്പോൾ കോയിൽ താഴോട്ടാക്കിയപ്പോൾ വലത്തോട്ടാണ് ഡിഫ്ലക്ട് ചെയ്തതെങ്കിൽ കോയിൽ മുകളിലേക്ക് ആക്കുമ്പോൾ ഇടത്തോട്ടായിരിക്കും ഡിഫ്ലക്ഷൻ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ കേസ് നോക്കിയാൽ സോളിനോയിഡ് സ്റ്റേഷനറി ആയി നിൽക്കുമ്പോൾ ഉണ്ടാവത്തില്ല, മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകും. സ്റ്റേഷനറി ആയി വെക്കുമ്പോൾ ഉണ്ടാവത്തില്ല, മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകും. രണ്ടുപേര് നോക്കിയേ, ഇനി സ്റ്റേഷനറി ആയിട്ട് വയ്ക്കാതെ നമ്മൾ കാന്തത്തിനെ മാഗ്നറ്റിനെ മൂവ് ചെയ്താലും ഉണ്ടാവും. പക്ഷെ രണ്ടുപേരെ ഒരുമിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, ഇത് ഈ പറയുന്ന കറണ്ട് ഉണ്ടാകത്ത് ഇല്ല. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന കാരണം ഒരു കറണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ എന്താ മാഗ്നറ്റിക് ഫീൽഡിനെയാണല്ലോ മാഗ്നറ്റിക് ഫ്ലക്സ്. ഞാൻ തൊട്ടുമുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലേ, നമ്മളൊരു മാഗ്നറ്റ് എടുക്കുമ്പോൾ അതിന് ചുറ്റും നമ്മളൊരു ഗിവൺ ഏരിയ എടുക്കുന്നു, ഒരു യൂണിറ്റ് ഏരിയ എടുക്കുന്നു. ഈ ഏരിയയിലൂടെ എത്രത്തോളം ലൈൻസ് കടന്നു പോകുന്നു എന്നുള്ളതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു കോയിലുമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുകയാണ്. അത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ whenever the magnetic flux linked with a coil changes, an EMF is induced in the circuit and this is called electromagnetic induction. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ EMF എന്ന് വെച്ചാൽ? ഇലക്ട്രോണുകളെ ചലിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഫോഴ്സ്, ഈ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അത് കാരണം അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. അത് നമ്മൾ എന്ത് വിളിക്കും? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് the phenomena of inducing an EMF across a conductor due to change in the magnetic flux linked with the conductor is called electromagnetic induction. ഇത് കണ്ടെത്തിയത് മൈക്കിൾ ഫാരഡേ ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടെത്തിയത് ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ്. ഇതുവഴി ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ പേര് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഉണ്ടാകുന്ന കറണ്ടിൻ്റെ പേര് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്ട്രോങ് മാഗ്നറ്റ് യൂസ് ചെയ്താൽ കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കും. അതുപോലെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, സോളിനോയിഡിൻ്റെ ടേൺസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടും? ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ അളവ് കൂടും. അടുത്ത സ്പീഡ്, എത്ര സ്പീഡിലാണ് നമ്മൾ ഇതിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്? പെട്ടെന്ന് മൂവ് ചെയ്യിപ്പിച്ചാൽ അത്രത്തോളം കറണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കതിൽ നിന്ന് 3 കാര്യങ്ങൾ പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. 1 കാന്തത്തിൻ്റെ സ്ട്രെങ്ത്, 2 കോയിലിൻ്റെ എണ്ണം, 3 അവിടെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റിൻ്റെ സ്പീഡ്. ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് കറണ്ടിനെ 2 ആയിട്ട് തിരിക്കാൻ പറ്റും. AC കറണ്ട് എന്നും DC കറണ്ട് എന്നും. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അങ്ങോട്ട് കോയിലിനെ മൂവ് ചെയ്തപ്പോൾ ഇലക്ട്രോൺസ് ആ വശത്തോട്ട് പോയെങ്കിൽ ഓപ്പോസിറ്റ് ദിശയിൽ മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ദിശയിൽ മൂവ് ചെയ്യും. അപ്പോൾ കറണ്ടിനെ നമുക്ക് 2 ആയി തിരിക്കാം. DC കറണ്ട് എന്നും AC കറണ്ട് എന്നും. DC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്. ഇത് ആരൊക്കെ ഉൽപ്പാദിപ്പിക്കും? പ്രധാനമായിട്ടും ബാറ്ററികൾ ഉൽപ്പാദിപ്പിക്കുന്നത് DC കറണ്ടാണ്. അതുപോലെ DC ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കുന്നത് DC കറണ്ടാണ്. AC ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഫുൾ ഫോം? ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, AC ജനറേറ്റർ. DCയുടെ ഗ്രാഫ് 2 തരത്തിൽ വരും. ഒന്ന്, ഇത് ഇങ്ങനെ വരച്ചാൽ അത് DCയുടെ ഗ്രാഫ്. അതുപോലെ മുകളിലത്തെ വശത്ത് മാത്രം വന്നു കഴിഞ്ഞാലും അത് DCയുടെ ഗ്രാഫ്.
ഇത് ഡി സി ബാറ്ററി ഗ്രാഫ്, ഇത് ഡി സി ജനറേറ്റർ ഗ്രാഫ്. എ സിയുടെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സമയത്തിനനുസരിച്ച് കൂടും കുറയും കൂടും കുറയും കൂടും കുറയും. ഈ ഗ്രാഫ് ഉറപ്പായിട്ടും ചോദിക്കും എന്നെനിക്ക് തോന്നുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും എന്താ ഈ ഗ്രാഫ് ഒന്ന് നോക്കി വെച്ചോളണം. ഡി സി ജനറേറ്റർ, എ സി ജനറേറ്റർ, ഡി സി ജനറേറ്റർ, സെല്ലിൽ കണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് മാറത്തില്ല. ഈ പറയുന്ന ഡി സി ജനറേറ്റർ ആകുമ്പോൾ വോൾട്ടേജ് കൂടും കുറയും സമയത്തിനനുസരിച്ച്, പക്ഷേ ഒരിക്കലും നെഗറ്റീവ് പോകത്തില്ല. എ സിയിലാവുമ്പോൾ കൂടും കുറയും. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ജനറേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ മോട്ടോർ പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റ്. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ജനറേറ്റർ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണമാണെന്ത്? ജനറേറ്റർ. മോട്ടോർ, ഡി സി മോട്ടോറിൽ പഠിച്ച അതേ കാര്യം തന്നെ, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താണ് ആ വ്യത്യാസം? ദാ ഇവിടെ സ്ലിപ്പ് റിംഗ് ഉപയോഗിച്ചാൽ എ സി ജനറേറ്റർ, സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിച്ചാൽ ഡി സി ജനറേറ്റർ. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ഡി എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്? അപ്പോൾ അതുപോലത്തെ 2 ഡികൾ ചേരുമ്പോഴാണ് 2 സ്പ്ലിറ്റ് റിംഗ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഡി സിക്കാണ് സ്പ്ലിറ്റ് റിംഗ്. അപ്പോൾ ഡി ആകുമ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തല്ലേ ഇരിക്കുന്നത്, കണ്ടോ? ഇവിടെ കണ്ടോ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഡി സി ജനറേറ്റർ. സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത് എ സി ജനറേറ്റർ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കി വർക്കിംഗ് ഒക്കെ സെയിം. നമ്മൾ അങ്ങോട്ട് കറക്കുകയാണ് ചെയ്യുന്നത്, സ്വന്തമായിട്ട് കറങ്ങുകയല്ല. നമ്മൾ നീരാവി ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കറക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടായതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന റൂളുണ്ട്. അതാണെന്ത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്. പക്ഷേ ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂളിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ജസ്റ്റ് അത് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയാണ് ഇവിടെ വരുന്നത്. ഇനി പവർ സ്റ്റേഷനുകൾ. ഇവിടെ നിന്ന് ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. നോക്കിയോ, പവർ സ്റ്റേഷനിൽ നിന്ന് ചോദ്യം വരും. പവർ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ ചോദ്യം വരും? ഈ പറയുന്ന ഓരോ പവർ സ്റ്റേഷനും നടക്കുന്ന എനർജി കൺവേർഷനും പിന്നെ പഠിക്കാൻ വിട്ടുപോകുന്ന എക്സാമ്പിൾസും ചോദിക്കാൻ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. മോഡൽ ചോദ്യ പേപ്പർ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഇത് പറയുന്നത്, വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ എന്താണ് പവർ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇലക്ട്രിക്കൽ എനർജി ലാർജ് സ്കെയിലിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പവർ സ്റ്റേഷൻസ്. തെർമലുണ്ട്, ന്യൂക്ലിയർ ഉണ്ട്, ഹൈഡ്രോ ഉണ്ട്. അപ്പോൾ തെർമൽ എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ കോള്, CNG പോലെയുള്ളവ കത്തിച്ച് അതിൽ നിന്ന് നീരാവി ഉണ്ടാക്കി ടർബൈനെ കറക്കിയാൽ അത് തെർമൽ. എന്നാൽ ന്യൂക്ലിയർ എനർജി വഴി സ്റ്റീം ഉണ്ടാക്കി കറക്കിയാൽ അത് ന്യൂക്ലിയർ. കെട്ടിക്ക് നിൽക്കുന്ന വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പെൻസ്റ്റോക്കിലൂടെ കൈനറ്റിക് എനർജിയാക്കി മാറ്റി ഉണ്ടാക്കിയാൽ അത് ഹൈഡ്രോ. മേട്ടൂരും ബ്രഹ്മപുരവും തെർമൽ, കൂടംകുളവും കൽപ്പാക്കവും ന്യൂക്ലിയർ, മൂലമറ്റം പള്ളിവാസൽ ഹൈഡ്രോ. എക്സാമ്പിൾസ് നോക്കി വെച്ചോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് പവർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്ന ലോസ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി പവർ സ്റ്റേഷനെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ ഈ പറയുന്ന വീടിലേക്ക് എത്തിക്കാൻ ഒരുപാട് ദൂരം വയറിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ഉണ്ടാകുന്ന ലോസിൻ്റെ പേരെന്ത്? ട്രാൻസ്മിഷൻ ലോസ്. എന്ത് ലോസ് ആണിത്? ട്രാൻസ്മിഷൻ ലോസ്. ട്രാൻസ്മിഷൻ ലോസിൽ എന്തിൻ്റെ ഫോമിലാണ് ലോസ് ആവുന്നത്? ഹീറ്റിൻ്റെ ഫോമിലാണ് ലോസ് ആവുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ ലോസ് എങ്ങനെ കുറയ്ക്കാം? ഹീറ്റ് കുറച്ചാൽ മതി. ഇപ്പോൾ ഹീറ്റ് എന്ന് വെച്ചാൽ I²RT ആണല്ലോ. അപ്പോൾ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ I കുറയ്ക്കണം, R കുറയ്ക്കണം, T കുറയ്ക്കണം. T കുറയ്ക്കാൻ പറ്റില്ല. R എങ്ങനെ കുറയ്ക്കും? അലൂമിനിയം പോലെയുള്ള റെസിസ്റ്റിവിറ്റി കുറവുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കണ്ടക്ടിങ് വയർ ഉണ്ടാക്കിയാൽ റെസിസ്റ്റൻസിൻ്റെ പ്രകാരം സോൾവ് ആയി. കറണ്ട് എങ്ങനെ കുറയ്ക്കും? കറണ്ട് കുറയ്ക്കാനുള്ള ഏക വഴി പവർ നഷ്ടം വരാതെ കറണ്ട് കുറയ്ക്കണം. അല്ലെങ്കിൽ ചുമ്മാ റെസിസ്റ്റർ ഇട്ട് കൊടുത്താൽ മതി, കറണ്ട് കുറഞ്ഞോളൂ. പക്ഷേ പവർ നഷ്ടം വരാതെ കുറയ്ക്കണമെങ്കിൽ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ V/I. അപ്പോൾ പവറിന് മാറ്റം വരാതെ കറണ്ട് കുറയ്ക്കണമെങ്കിൽ വോൾട്ടേജിനെ കൂട്ടണം. സോ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടിയിട്ടാണ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ലോസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ ലോ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കുക. കറണ്ട് കുറയ്ക്കുന്നത് എങ്ങനെ? വോൾട്ടേജ് കൂട്ടിയിട്ട്. അപ്പോൾ എങ്ങനെ കൂട്ടും? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ട്രാൻസ്ഫോർമർ. ട്രാൻസ്ഫോമർ അപ്പോൾ എന്താണ്? ഒരു AC സർക്യൂട്ടിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അത് DC ഒരിക്കലും വർക്കാവില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ DC വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. ഇതാണ് ഉത്തരം. വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ DC പറ്റത്തില്ല, AC പറ്റത്തുള്ളൂ. സോ AC ട്രാൻസ്ഫോമർ വർക്കാവുള്ളൂ. AC ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു കോയിലുണ്ട്, ഇതിനെ പ്രൈമറി എന്ന് വിളിക്കും. രണ്ടാമത്തെ കോയിലിനെ സെക്കൻഡറി എന്ന് വിളിക്കും. പ്രൈമറിയിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കും. സെക്കൻഡറിയിൽ നിന്ന് നമ്മൾ എന്തെടുക്കും? ഔട്ട്പുട്ട് എടുക്കും. അപ്പോൾ പ്രൈമറിയിലും സെക്കൻഡറിയിലും എന്തിലായിരിക്കും വ്യത്യാസം? ഈ കാണുന്ന ടേൺസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം കാണും. ടേൺസിൻ്റെ എണ്ണം സെക്കൻഡറിയിൽ കുറഞ്ഞാൽ വോൾട്ടേജ് കുറയും. ടേൺസിൻ്റെ എണ്ണം സെക്കൻഡറി തിരിച്ചു പോയി അല്ലേ? ടേൺസിൻ്റെ എണ്ണം സെക്കൻഡറിയിൽ കുറവാണെങ്കിൽ വോൾട്ടേജ് കുറയും. ടേൺസിൻ്റെ എണ്ണം സെക്കൻഡറി കൂടുതലാണെങ്കിൽ വോൾട്ടേജ് കൂടും. തിരിഞ്ഞില്ല. ഓക്കെ,
അപ്പോൾ അതാണ് എന്ത് ട്രാൻസ്ഫോമർ. ഈ പ്രിൻസിപ്പളിൻ്റെ പേര് അല്ലെങ്കിൽ ഇത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ? പ്രൈമറിയിൽ കറണ്ട് കൊടുക്കുമ്പോൾ പ്രൈമറിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. AC കറണ്ടാണ് കൊടുക്കുന്നതെന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ കോയിൽ ഇരിക്കുന്നത് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിലായില്ലേ? സോ ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇവിടെ എന്തുണ്ടാകും? EMF ഉണ്ടാകൂലേ? ആ EMF കാരണം ഇവിടെ ഒരു കറണ്ട് ഉണ്ടാകൂലേ? ആ കറണ്ട് കാരണം ഇവിടെ നമുക്ക് കറണ്ട് ഫ്ലോ കിട്ടും. പക്ഷേ ടേണിൻ്റെ എണ്ണം കൂടുമ്പോൾ വോൾട്ടേജ് കൂടും, ടേണിൻ്റെ എണ്ണം കുറഞ്ഞാൽ വോൾട്ടേജ് കുറയും. അപ്പോൾ ട്രാൻസ്ഫോമറിലെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്തായിരിക്കും? ഇൻറ്റൻസിറ്റി ഓർ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻ വൺ ഓഫ് ദം ചേഞ്ചസ് കാരണം എന്ത് പറ്റും? സെക്കൻഡറിയിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ EMF ഇൻഡ്യൂസ് ചെയ്താൽ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ. രണ്ട് തരം ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് അപ്പ് ശ്രദ്ധിച്ചു നോക്കടാ. എന്താണ്? ടേൺസിൻ്റെ എണ്ണം കണ്ടോ, ഇവിടുത്തെ ടേൺസിൻ്റെ എണ്ണം നമ്മൾ NP എന്ന് വിളിക്കും, ഇവിടുത്തെ ടേൺസിൻ്റെ നമ്മൾ NS എന്ന് വിളിക്കും, ഇവിടുത്തെ വോൾട്ടേജിനെ VP എന്ന് വിളിക്കും, ഇവിടുത്തെ വോൾട്ടേജിനെ VS എന്ന് വിളിക്കും. അപ്പം നോക്കിയേ, പ്രൈമറിയിൽ വോൾട്ടേജ് നമ്മൾ കൊടുത്തു, ടേൺസിൻ്റെ എണ്ണം കുറവാണ്, ഇവിടെ ടേൺസിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഞാൻ പറയും ടേൺസിൻ്റെ എണ്ണം കൂടുമ്പോൾ വോൾട്ടേജും കൂടും. അപ്പോൾ പ്രൈമറിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായി സെക്കൻഡറി കിട്ടും, അപ്പോൾ വോൾട്ടേജ് കൂടും. പക്ഷേ വോൾട്ടേജ് കൂടുമ്പോൾ അതനുസരിച്ച് കറണ്ട് കുറയും. അപ്പോൾ ചെറിയ കറണ്ട് മതിയല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വയറിൻ്റെ തിക്നെസ് എന്ത് ചെയ്തേക്കുന്നത്? കുറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നു? ഇവിടത്തേക്കാളും തിക്നെസ് കുറവ്. എന്തുകൊണ്ടാണ്? ഇവിടെ വോൾട്ടേജ് ആണ് കൂടുതൽ, അപ്പോൾ കറണ്ട് കുറയും. കുറഞ്ഞ കറണ്ട് കൊണ്ടുപോകാൻ ചെറിയ വയർ മതി, അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് അപ്പ്. സ്റ്റെപ്പ് ഡൗണിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും? ടേൺസിൻ്റെ എണ്ണം കുറയും. പക്ഷേ അറിയാം, ടേൺസിൻ്റെ എണ്ണം കുറയുമ്പോൾ വോൾട്ടേജ് കുറയും, വോൾട്ടേജിൻ്റെ എണ്ണം കുറയുമ്പോൾ കറണ്ട് കൂടും. അതുകൊണ്ടാണ് ഇവിടെ തിക്ക് വയർ യൂസ് ചെയ്തേക്കുന്നത്. ഇതങ്ങ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തീർന്നു. കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലാക്കിയാൽ അത് വെച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ഇതാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷനാണ് എന്ത്? രണ്ട് ഇക്വേഷൻ. VS/VP = NS/NP. ഇനി ട്രാൻസ്ഫോമറിനകത്ത് പവർ ലോസ് ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? VS/VP എന്ന് പറയുന്നത് IP/IS എന്ന് എഴുതാം. ഈ ഫോർമുല വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. പ്രോബ്ലംസൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ തന്നിട്ടുള്ളതാണ്. അത് വെച്ച് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്നത്. പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പരീക്ഷയ്ക്ക് ഇല്ലെന്നാണ് അറിയുന്നത് എന്ന് എനിക്ക് ഒരിക്കലും ഞാൻ കൺഫേം പറയുന്നില്ല. അപ്പോൾ പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു തരുന്നു എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് പവർ സ്റ്റേഷൻ, അത് എത്തുന്ന സ്ഥലമാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ പല രീതിയിൽ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയാം, ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പവർ സ്റ്റേഷൻ ഉപയോഗിക്കുന്നത് ഏത് ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അങ്ങനെ നമ്മൾ 220 kV ആയിട്ട് കൂട്ടും. അത് സബ്സ്റ്റേഷനിലെത്തുമ്പോൾ നമ്മൾ കുറയ്ക്കും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. അതുപയോഗിച്ച് നമ്മൾ എത്രയായിട്ട് കുറയ്ക്കും? 110 ആയിട്ട് കുറയ്ക്കും. അത് സെക്കൻഡറി സബ്സ്റ്റേഷനിൽ വെച്ചിട്ട് വീണ്ടും കുറച്ച് എത്രയാക്കും? 11 ആക്കും. അവിടെയും സ്റ്റെപ്പ് ഡൗൺ. അത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എത്തുമ്പോൾ വീണ്ടും കുറച്ച് എത്രയാക്കും? 230 വോൾട്ട് ആക്കും. സോ നമ്മുടെ വീട്ടിൽ കറണ്ട് കിട്ടുന്ന എത്ര? 230. എവിടെയൊക്കെ സ്റ്റെപ്പ് അപ്പ് ഉപയോഗിച്ചു? പവർ സ്റ്റേഷനിൽ മാത്രം. എവിടെയൊക്കെ സ്റ്റെപ്പ് ഡൗൺ ഉപയോഗിച്ചു? സബ്സ്റ്റേഷനിൽ, സെക്കൻഡറി സബ്സ്റ്റേഷനിൽ, ഡിസ്ട്രിബ്യൂഷനിൽ. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് എത്തുന്നത്. ഇനി ഹൗസ് ഹോൾഡ് വയറിങ്ങിൻ്റെ ഭാഗം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഒന്ന് നോക്കി വയ്ക്കുക. ഇവിടെ പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, നമ്മുടെ വീട്ടിലേക്ക് എത്ര ലൈൻ വരും? ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും. അത് ആദ്യം കൊടുക്കുന്നത് നമ്മുടെ കറണ്ട് മീറ്ററിലാണ്. അത് കഴിഞ്ഞിട്ട് മെയിൻ സ്വിച്ച് കണക്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് നോക്കടാ. ന്യൂട്രലിലും ഫേസിലും തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഫേസിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനെ സീരീസ് കണക്ഷൻ എന്ന് വിളിക്കും. ഇനി ഇവിടെ ഒരു അടുത്ത് പോകുന്നത് എങ്ങോട്ടാണ്? മെയിൻ സ്വിച്ച്, അവിടുന്ന് ELCV, അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. നമ്മുടെ വീട്ടിലോട്ട് കറണ്ട് വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഒരു പച്ച വയർ പോകുന്നുണ്ട്, അതിൻ്റെ പേര് എർത്ത് വയറാണ്. അതെവിടെയാണ്? ഉപകരണങ്ങളുടെ മെറ്റൽ ബോഡിയിലാണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം പിടിച്ച് ഭൂമിയിലോട്ടത് കൊടുത്തേക്കും. കറണ്ട് ലീക്കേജ് കളയാനാണ് ഇത് വെച്ചേക്കുന്നത്. എന്തായാലും അടുത്ത് വരുന്നത് മെഷേഴ്സ് ടു എൻഷുവർ സേഫ്റ്റി ഇൻ ഡൊമസ്റ്റിക് ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ അപ്പോൾ നമ്മുടെ വീട്ടിൽ വൈദ്യുതി വരുന്നുണ്ട്. അപ്പോൾ ഈ വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ പറ്റിയിട്ടാണ് നമ്മളോട് പഠിക്കുന്നതെന്ന് അറിയാമല്ലോ. ഏതൊക്കെ ഡിവൈസാണ് ഉള്ളത്? ഒന്ന്, സേഫ്റ്റി ഫ്യൂസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു വെക്കണം? ഓൾറെഡി മുന്നത്തെ ചാപ്റ്ററിൽ ഇത് പഠിച്ചതാണ്. അപ്പോൾ എങ്കിലും പഠിച്ചു വെക്കേണ്ട പോയിന്റ്, സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്യുന്നത്? നമ്മളെ വീട്ടിൽ സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. ഓർത്ത് വെച്ചോളണം. ഇങ്ങനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഫ്യൂസ് വയർ ഉണ്ടാവും. ഓക്കെ, സോ ഫ്യൂസ് വയറിൻ്റെ പ്രോപ്പർട്ടീസ്: മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. ഇത് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഷോർട്ട് സർക്യൂട്ടിങ്ങും ഓവർലോഡിങ്ങും. അപ്പോൾ എന്തൊക്കെ വേണം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നം?
ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട്, ലൈറ്റിംഗ് ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഹൈ കറണ്ട് വീട്ടിലോട്ട് വരും. ഈ ഹൈ കറണ്ടിനെ തടയാനായിട്ട് മെൽറ്റായിട്ട് പ്രൊട്ടക്റ്റ് ആവുക എന്നുള്ളതാണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ ജോലി. എന്ത് എഫക്റ്റ്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. സോ എന്താണ് മെയിൻ പാർട്ട്? ഫ്യൂസ് ഫയർ. എന്ത് വെച്ചാൽ ഫ്യൂസ് ഫയർ നിർമ്മിച്ചിട്ടുള്ളത്? അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. എന്താ അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പെക്യൂലിയാരിറ്റി? ലോ മെൽറ്റിംഗ് പോയിന്റ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഹീറ്റിംഗ് എഫക്റ്റിനോടൊപ്പം തന്നെ മാഗ്നറ്റിക് എഫക്റ്റും കൂടെ വെച്ചിട്ട് വീട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുതിയൊരു ഡിവൈസാണ് MCB അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഫുൾ ഫോം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ രണ്ട് എഫക്റ്റ് വരും. ഹീറ്റിംഗ് എഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മാഗ്നറ്റിക് എഫക്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രിപ്പ് ആവുന്നു. വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ട്രിപ്പ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്യൂസ് വയർ കെട്ടുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല. നെക്സ്റ്റ് വരുന്നതാണ് ELCB അഥവാ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ കണക്ട് ചെയ്യുന്ന എർത്ത് ലൈനിലാണ്. എന്താണ് എർത്ത് ലൈൻ? നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളുടെ മെറ്റൽ ബോഡിയിൽ കണക്ട് ചെയ്തേക്കുന്നതാണ് എർത്ത് ലൈൻ എന്ന് പറയും. അത് നേരെ നമ്മുടെ വീട്ടിലോട്ട് എർത്തിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ELCB എവിടെ കണക്ട് ചെയ്തിരിക്കുന്നു? എർത്ത് ലൈനിൽ കണക്ട് ചെയ്തേക്കുന്നു. കാരണം എർത്തിങ് ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാലാണ് ELCB പ്രവർത്തിക്കുന്നത്. അപ്പോൾ ELCBയുടെ ഫുൾ ഫോം എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ നമ്മൾ എർത്ത് ലൈനിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വീട്ടിലെവിടെയോ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് 3 പിൻ പ്ലഗ്. അപ്പോൾ ഇവിടുന്ന് എപ്പോഴും ചോദിക്കുന്നത് 3 പിൻ പ്ലഗിൻ്റെ പ്രത്യേകത എന്ത്? മറ്റ് പിന്നിനേക്കാളും നീളം കൂടുതൽ, വണ്ണം കൂടുതൽ. എന്തിന്? നീളം കൂടുതലാകുന്നത് ആദ്യം സ്വിച്ച് ബോർഡുമായിട്ട് ടച്ച് ആകും. വണ്ണം കൂടുന്നത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ. ഇത് രണ്ടുമാണ് ഓർത്ത് വയ്ക്കേണ്ടത്. മൂന്നാമത് ചോദിക്കുന്നത് 3 പിൻ പ്ലഗ് എവിടെ കണക്ട് ചെയ്തേക്കും? 3 പിൻ പ്ലഗ് നമ്മുടെ ഡിവൈസുകളുടെ മെറ്റൽ ബോഡിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. എന്ന ലെറ്ററാണ്, ഗ്രീൻ കളറാണ്. ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് വരുന്നതാണ് ഇലക്ട്രിക് ഷോക്ക്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇലക്ട്രിക് ഷോക്കിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രിക്വേഷൻസും അതുപോലെ ഇലക്ട്രിക് ഷോക്കിന് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡും നിങ്ങൾ തന്നെ നോക്കി വെച്ചോ. ഇത് ഇന്ന് ചോദ്യം വന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ലെന്ന് പറയുന്നില്ല, എങ്കിലും ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ വായിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത ജോലി എന്താണ്? നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 4ാമത്തെ ചോദ്യം. കോളം എ ആൻഡ് കോളം ബി എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ AC ജനറേറ്റർ എന്ന് പറഞ്ഞ് DC ജനറേറ്റർ വന്നിട്ടുണ്ട്. AC ജനറേറ്ററിലാണെങ്കിൽ എന്താണ്? അതിൽ നമുക്ക് സ്ലിപ്പ് റിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ DC ജനറേറ്ററിലാണെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് ആണ്. ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന മോട്ടോ പ്രിൻസിപ്പലും ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷനിലുമാണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 1, 4 വരുന്ന ഓപ്ഷൻസിൽ ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട്. 2, 3 ആണ്. 2, 3. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. B ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം. ഒബ്സർവ് ദ ഗിവൺ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. മ്യൂച്വൽ ഇൻഡക്ഷൻ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ സോഴ്സിനെയാണ്. അപ്പോൾ ഈ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രൈമറി. പ്രൈമറിയിൽ DC ആണോ AC ആണോ എന്നുള്ളത് ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇവിടെ DC ആണ്. 2 കോയിലുണ്ട്, ആർമേച്ചറുണ്ട്. ആൻഡ് ഇലക്ട്രിക് കറണ്ട് ഈസ് നോട്ട് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ സെക്കൻഡറി കോയിൽ വെൻ ദ സ്വിച്ച് ഈസ് turned on. Explain why. Because in the primary it is a DC battery that is connected. So mutual induction does not happens in DC current. It only എന്താണ് happens in AC current. AC മാത്രമേ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉള്ളൂ. DCയിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇല്ല. അത് നോക്കണ്ട. ഈ പറഞ്ഞ രണ്ടാമത്തെ ഇവിടുത്തെ അമ്മീറ്റർ റീഡിങ് കാണിക്കത്തില്ല. അടുത്ത്, വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ പ്രൈമറി സർക്യൂട്ട് ടു എൻഷുവർ എ കണ്ടിന്യൂസ് ഇലക്ട്രിക് കറണ്ട് ഇൻ ദ സെക്കൻഡറി കോയിൽ? എന്ത് ചെയ്യുക? റീപ്ലേസ് DC സോഴ്സ് വിത്ത് ആൻ AC സോഴ്സ്. അല്ലേ? അപ്പോൾ AC സോഴ്സ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ കാണിക്കാറ്. അപ്പോൾ ഇതുപോലത്തെ ഒരു DC സോഴ്സ് മാറ്റി ഒരു AC സോഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ അവിടെ കിട്ടും. അടുത്ത ചോദ്യം. An ideal transformer has a primary coil of 1000 turns and a secondary coil of 500 turns. If the primary voltage is 120 volt, what is the secondary voltage? 100% നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ചോദ്യം നമ്മുടെ ഫൈനൽ എക്സാമിന് പ്രതീക്ഷിക്കാം. തന്നിട്ടുള്ളത് ആദ്യം എടുത്ത് എഴുതുക. പ്രൈമറി കോയിൽ, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ്. അതുപോലെ സെക്കൻഡറി കോയിൽ, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്ന് പറയുന്നത് എത്രയാണ്? 500 ടേൺസ് ആണ്. പ്രൈമറി വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 120 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കണം. നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്? VS/VP is equal to NS/NP. കണ്ടുപിടിക്കാനുള്ളത് VS ആണ്. അപ്പോൾ VS കണ്ടുപിടിക്കാനായിട്ട് താഴെ കിടക്കുന്ന VP ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? NS/NP ഇൻറ്റു VP. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ഇൻറ്റു വോൾട്ടേജ് ഇൻ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ബൈ എത്രയാണ്? 1000 ആണ്. 0 0 0 0 വെട്ടിപ്പോവും.
5 × 12 വരുന്നത്. 5 × 12 60 വോൾട്ടാണ് നമ്മുടെ ഉത്തരം, എ പാർട്ട്. അടുത്ത്, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് പവർ ഓഫ് ദ ട്രാൻസ്ഫോമർ വെൻ ദ ഇൻപുട്ട് കറണ്ട് ഈസ് 5 ആംപിയർ? അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് പവർ ആണ് ചോദിച്ചിട്ടുള്ളത്, ഇൻപുട്ട് കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമർ എന്ന് തന്നിട്ടുള്ളത് കൊണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും പ്രൈമറി പവർ എന്ന് പറയുന്നതും സെക്കൻഡറി പവർ എന്ന് പറയുന്നതും സെയിം. പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല എന്താണ്? വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. പ്രൈമറി പവർ ആണെങ്കിലോ പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കറണ്ട്. അപ്പോൾ പ്രൈമറി പവർ എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ് വന്നിട്ടില്ലേ VP എത്രയാണ്? 120. പ്രൈമറി കറണ്ട് ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടില്ലേ 5 ആംപിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 120നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 120നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 600 വാട്ട് എന്ന് കിട്ടും. ഈ 600 വാട്ട് തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് എഴുതണം, അല്ലെങ്കിൽ നമുക്ക് ഉത്തരം ടീച്ചറിന് ഇവിടെ നിന്നും കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. സോ ദ സെക്കൻഡറി പവർ ഈസ് ഓൾസോ ഈക്വൽ ടു 600 വാട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ബി പാർട്ട് ചോദ്യമാണ്. ബി പാർട്ട് ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, 600 ബി പാർട്ട്. An ideal transformer has an output voltage of 220 volt and output voltage of 110 volt. അപ്പോൾ സോറി, ഇത് ഔട്ട്പുട്ട് അല്ല, ഇൻപുട്ട് ആണ്. ഐഡിയൽ ട്രാൻസ്ഫോമർ ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, പ്രൈമറി കറണ്ടും തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് കറണ്ട് കണ്ടുപിടിക്കണം, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ടു സെക്കൻഡറി കണ്ടുപിടിക്കണം. If an electrical appliance with 110 volt and 500 watt power is connected to the secondary of a transformer and operated, will the actual power be available എന്നുള്ളത് നമുക്കിവിടെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ട്. നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി തന്നിട്ടുണ്ട്, എത്രയാണ്? 220 വോൾട്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതായത് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി തന്നിട്ടുണ്ട് 110 വോൾട്ട്. ഇൻപുട്ട് കറണ്ട് തന്നിട്ടുണ്ട്, കറണ്ട് ഇൻ ദ പ്രൈമറി തന്നിട്ടുണ്ട് 2 ആംപിയർ ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഔട്ട്പുട്ട് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ IS അല്ലേ, ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇക്വേഷൻ എന്താണ്? VS/VP ഈസ് ഈക്വൽ ടു IP/IS ആണ്. അപ്പോൾ IS ആണ് കണ്ടുപിടിക്കുന്നത്, ഡിനോമിനേറ്റർ കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? VP/VS ഈസ് ഈക്വൽ ടു IS/IP. അപ്പോൾ അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് IS ആണ്, IP അപ്പുറത്തു. അപ്പോൾ എന്ത് കിട്ടും? വേണമെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം അല്ലേ, കുറച്ചുകൂടി സൗകര്യത്തിന്. അപ്പോൾ IS ഈസ് ഈക്വൽ ടു VP അവിടെ ഉണ്ട് /VS ഉണ്ട്, നമ്മുടെ IP അങ്ങോട്ട് പോകും, ഇൻറ്റു IP. വോൾട്ടേജ് ഇൻ ദ പ്രൈമറി 220 ആണ്, ഇൻറ്റു കറണ്ട് ഇൻ ദ പ്രൈമറി എന്ന് വെച്ചാൽ 2 ആണ്, വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ 110 ആണ്. 110 220 2 തവണ 2 2 4 ആംപിയർ ആണ് നമ്മുടെ സെക്കൻഡറി കറണ്ട് എന്ന് പറയുന്നത്. IS എന്ന് പറയുന്നത് 4 ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എത്ര കിട്ടും? 4 ആംപിയർ കിട്ടും. അടുത്ത, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ടു സെക്കൻഡറി കോയിൽസ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, അതായത് NP ബൈ നമ്പർ, അല്ലെങ്കിൽ ഈസ് ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ റേഷ്യോ എഴുതിയാൽ അതിന് നമുക്ക് ഈ ഒരു ഫോർമുലയും കൂടെ എഴുതാൻ പറ്റും, NP/NS കണ്ടുപിടിക്കണം. നമുക്ക് എന്തറിയാം? നമുക്ക് VS/VP ഈസ് ഈക്വൽ ടു NS/NP ആണെങ്കിൽ NP/NS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് VP/ എന്താണ്? VS എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ റേഷ്യോ നോക്കിയേ, VP/VS എന്ന് വെച്ചാൽ VP എത്രയാണ്? 220 ബൈ എത്രയാണ്? 110. അപ്പോൾ എങ്ങനെ റേഷ്യോ? 2/1. സോ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ 2:1 ആണെന്ന് പറയാൻ പറ്റും. അടുത്ത സി പാർട്ട്, ഇഫ് ദ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വിത്ത് 110 വോൾട്ട് കൊടുക്കുമ്പോൾ 500 വാട്ട് പവർ ഔട്ട്പുട്ട് എന്നൊരു ഉപകരണത്തിന് ഇവിടെ കണക്ട് ചെയ്താൽ വർക്ക് ആവുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് ദ സെക്കൻഡറി. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഇൻറ്റു കറണ്ട് ഇൻ സെക്കൻഡറി. വോൾട്ടേജ് ഇൻ സെക്കൻഡറി തന്നിട്ടുണ്ട് 110. കറണ്ട് ഇൻ സെക്കൻഡറി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയാണ്? 4. അപ്പോൾ എത്ര വരും? അത് 440 വാട്ട് എന്ന് വരും. പക്ഷേ നമ്മുടെ ഉപകരണത്തിൻ്റെ പവർ 500 വാട്ടാണ്. അപ്പോൾ 440 വാട്ടിൽ 110 വോൾട്ടേജ് കൊടുത്ത് 500 പവർ അവിടെ കിട്ടുമോ? ഇല്ല. സോ നോ ആണ് ഇവിടുത്തെ ഉത്തരം, വർക്ക് നേരെ ആവില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, വാട്ട് ഈസ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ പവർ സ്റ്റേഷൻസ് ഇൻ അവർ കൺട്രി? 11 കിലോ വോൾട്ട് ആണ്, വോൾട്ട് അല്ല, കിലോ വോൾട്ട് ആണ്. ഓക്കെ, അടുത്ത, റൈറ്റ് ഡൗൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ല. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണ് കൂടുതൽ, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കുറവ്. ഇവിടെയാണെങ്കിൽ തിരിച്ചായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കുറവ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി പ്രൈമറി
തിരിഞ്ഞു പോയി അല്ലേ, തിരിഞ്ഞു പോയി. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വോൾട്ടേജ് കൂട്ടും. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറിയേക്കാൾ കൂടുതൽ ടേൺസ് എവിടെ ഉണ്ടാകും, സെക്കൻഡറിയിൽ ഉണ്ടാകും. അപ്പോഴേ വോൾട്ടേജ് കൂടുകയുള്ളൂ. എന്നാൽ പ്രൈമറിയിലുള്ള ടേൺസ് കൂടുതലും സെക്കൻഡറിയിലുള്ള ടേൺസും കുറയുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ തിക്ക് വയർ, തിൻ വയർ, ബാക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇത് ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോകണം. ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഈ ചാപ്റ്റർ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന് കണ്ടത്. 18B 4 ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ ഓൾ ദ ഫിഗേഴ്സ് ദ സോളിനോയിഡ് ആൻഡ് ദ ബൾബ് ആർ ഐഡന്റിക്കൽ ആൻഡ് ദ സോഫ്റ്റ് അയൺ കോർ. അപ്പോൾ ഈ എല്ലാത്തിനകത്തും സോളിനോയിഡും ബൾബും എല്ലാം ഒരേ വോൾട്ട് വരുന്നതാണ്. കമ്പയർ ദ ബ്രൈറ്റ്നസ് ഓഫ് ഈച്ച് ലാമ്പ്, ഗീവ് ആർഗ്യുമെന്റ് ടു സപ്പോർട്ട് യുവർ ആൻസർ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ ഐഡിയ കിട്ടി കാണും. ഞാൻ പറഞ്ഞു മ്യൂച്വൽ ഇൻഡക്ഷൻ വന്നാൽ ആദ്യം സോഴ്സ് നോക്കുക. സോഴ്സിൽ ഇവിടെ ഒരു 12 വോൾട്ട് DC ആണ്. അപ്പോൾ തന്നെ ഇത് വർക്കാവൂല എന്ന് നിങ്ങൾ ഓർത്തോളണം. പക്ഷേ ഇവിടെയും AC ആണ്, അപ്പോൾ വർക്കാവും. ഇവിടെയും DC ആണ്, അപ്പോൾ ഇവിടെ വർക്കാവത്തില്ല. സോ A ആൻഡ് D വർക്ക് ചെയ്യില്ല. ഇനി ബിയിലോട്ട് വരുമ്പോഴത്തേക്കും സിയിലോട്ട് വരുമ്പോഴേ എന്താണ് വ്യത്യാസം? ഇവിടെ സോഫ്റ്റ് അയൺ കോർ ഇല്ല, ഇവിടെ സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. അപ്പോൾ ബിയേക്കാൾ നന്നായിട്ട് ഇവിടെ ബി എന്ന് പറയുന്നത് ഡിമ്മായിട്ടായിരിക്കും കത്തുന്നത്, സി ആയിരിക്കും ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുന്നത്. കാരണം ഇവിടെ എന്തുണ്ട്, സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. ഈ സോഫ്റ്റ് അയൺ കോർ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ അളവ് കൂട്ടും. ഇതാണ് എഴുതി വെക്കേണ്ടത്. 18Bയുടെ ഉത്തരം. അടുത്ത ചോദ്യം, വാട്ട് ഫോം ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഒബ്റ്റൈൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് when the armature of the device rotate, justify your answer. അടുത്ത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ് ഇത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അതായത് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ റിങ്ങിലോട്ട് നോക്കണം. അപ്പോൾ റിങ് സ്പ്ലിറ്റ് റിംഗ് ആണ്. അപ്പോൾ സ്പ്ലിറ്റ് റിംഗ് ആണ്, ജനറേറ്ററാണ്. കിട്ടുന്നത് എന്തായിരിക്കും, ഔട്ട്പുട്ട് പവർ, ഔട്ട്പുട്ട് കറണ്ട് DC ആയിരിക്കും. അടുത്ത്, ഇഫ് ദ ആർമേച്ചർ ഈസ് കെപ്റ്റ് സ്റ്റേഷനറി, ആർമേച്ചർ നമ്മൾ അനക്കുന്നില്ല, and field magnet is rotated, what form of electricity will be obtained in the external circuit, what is the reason? അപ്പോൾ അറിയാമല്ലോ, ആർമേച്ചറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാതെ ഈ മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ പോൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഇവിടുത്തെ റിങ്ങുകൾക്ക് പിന്നെ ഒരു പ്രാധാന്യം ഇല്ലാതെ വരും. സോ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് AC ആയിരിക്കും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കിയാൽ ഔട്ട്പുട്ട് കറണ്ട് AC ആയിരിക്കും. കാരണം ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് എപ്പോഴും AC ആണ്. അതിനെ ഈ കാണുന്ന റിംഗ് ആണ് മാറ്റി DC ആക്കുന്നത്. അതിൻ്റെ എഫക്റ്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 10ാമത്തെ ചോദ്യം, ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി പവർ ലോസ് ഓപ്പറേറ്റിംഗ് അറ്റ് 240 വോൾട്ട്. എടാ, ഒരു സാധനം ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈമറിയുടെ കാര്യമാണെന്ന് മനസ്സിലാക്കണം. അതാണ് അത്ര 240 വോൾട്ട്. ഹാസ് 3000 ടേൺസ് ഇൻ പ്രൈമറി. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് 3000 ആണ്. ആൻഡ് 750 ടേൺസ് ഇൻ ദ സെക്കൻഡറി. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്ന് പറയുന്നത് എത്രയാണ്, 750 ആണ്. എങ്കിൽ വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി, VS ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ VS/VP = NS/NP അനുസരിച്ച് VS = എന്താണ്, 750/3000. നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ഇൻറ്റു എത്രയാണ്, 204 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 60 വോൾട്ട് എന്ന് കിട്ടും. എത്ര കിട്ടും, 60 വോൾട്ട് എന്ന് കിട്ടും. ഇഫ് ദ പവർ ഇൻ ദ സെക്കൻഡറി ഈസ് 480 വാട്ട്, വാട്ട് ഈസ് ദ പ്രൈമറി കറണ്ട്? അതായത് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയും മറ്റേ വിഷയം ഏതാണ്, പവർ ഓഫ് ദ പ്രൈമറി വിൽ ബി ഈക്വൽ ടു പവർ ഓഫ് ദ സെക്കൻഡറി. പവർ ഓഫ് ദ സെക്കൻഡറി തന്നിട്ടുണ്ട് 480. ഇത് പ്രൈമറി പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. പ്രൈമറി പവർ എന്ന് വെച്ചപ്പോൾ പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കറണ്ട്. പ്രൈമറി വോൾട്ടേജ് നമുക്കിവിടെ തന്നിട്ടുണ്ട് 240. അപ്പോൾ 240 ഇൻറ്റു പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത് 480 തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത് 480 / 240. സോ ഇരട്ടി. സോ ഇവിടെ ഉത്തരം എത്രയാണ്, 2 ആംപിയർ ആണ് ഉത്തരം. നേരത്തെ ചെയ്ത സെയിം ടൈപ്പ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. ഓക്കെ, അടുത്ത ചോദ്യം, 2ാമത്തെ ചോദ്യം. എ ട്രാൻസ്ഫോമർ ഹാസ് 200 ടേൺസ് ഇൻ ദ പ്രൈമറി ആൻഡ് 1000 ഇൻ ദ സെക്കൻഡറി. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കുറവ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കൂടുതൽ. അപ്പോൾ ഏതാണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് ഇവിടെ വരുന്നത്. The voltage induced in one turn in the secondary is 0.5 volt. See the following regarding the transformer given below. VP 100, വോൾട്ടേജ് ഇൻ പ്രൈമറി 100 ആയിരിക്കും. ഇത് സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും. പക്ഷേ ടേൺസ് വെച്ച് തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റി ഇത് ഏതാണ്, ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ വരുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണല്ലോ ചോദ്യം. അപ്പോൾ ഇത് രണ്ടും നോക്കിയാൽ മതി. ഇവിടെ പ്രൈമറി വോൾട്ടേജ് 100, സെക്കൻഡറി വോൾട്ടേജ് 500.
ഇവിടെ പ്രൈമറി വോൾട്ടേജ് 500, സെക്കൻഡറി വോൾട്ടേജ് 500. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ പ്രൈമറി സെക്കൻഡറി ഒരേ വോൾട്ടേജ് വരുമോ? ഇല്ല, ടേൺസ് വ്യത്യാസമുണ്ട്. അപ്പോൾ കുറയാണ് വേണ്ടത്. അപ്പോൾ എന്താണ്? കൂടുകയാണ് വേണ്ടത്. അപ്പോൾ 2 ആണ് നമ്മുടെ ഉത്തരം. സോ 2 ഓൺലി ആണ് നമ്മുടെ ഉത്തരം. സോ ഇത് ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത 7ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ മെയിൻ പ്രോബ്ലം ഫേസ്ഡ് വൈൽ ട്രാൻസ്മിറ്റിംഗ് ഇലക്ട്രിസിറ്റി ഓവർ ലോങ് ഡിസ്റ്റൻസസ് യൂസിങ് കണ്ടക്ടിങ് വയേഴ്സ്? ഏതാണ്? ജൂൾ ഹീറ്റിംഗ്, അല്ലെ H=I²RT ഹീറ്റിംഗ് ആണ് പ്രശ്നം. ഹൗ ക്യാൻ ദ പ്രോബ്ലം ബി സോൾവ്ഡ്? ഒന്ന്, റെഡ്യൂസ് ദ കറണ്ട് ബൈ ഇൻക്രീസിങ് ദ വോൾട്ടേജ്. സെലക്ട് എ സ്യൂട്ടബിൾ മെറ്റീരിയൽ വിത്ത് ലോ റെസിസ്റ്റിവിറ്റി. ഇത് രണ്ടുമാണ് നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച ചാപ്റ്റർ തന്നെ പഠിച്ച ഡയറക്റ്റ് ചോദ്യമാണ്. 16ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ EMF ഒബ്റ്റൈൻഡ് ഇൻ ദ ആർമേച്ചർ വെൻ എ DC ജനറേറ്റർ വർക്ക്? അപ്പോൾ ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് അത് AC ആയാലും DC ആയാലും അത് ഏത് തന്നെയാണ്? AC ആണ്. സോ A ആണ് നമ്മുടെ ഉത്തരം. കാരണം ആർമേച്ചറിൽ അത് സ്പ്ലിറ്ററിംഗ് ആണ് DC ആക്കി മാറ്റുന്നത്. സോ കറക്റ്റ് ഉത്തരം ഇതാണ്. അപ്പോൾ ചോദ്യം നല്ലോണം വായിക്കാതെ ചാടിക്കയറി ഉത്തരം എഴുതിയാൽ തെറ്റാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. അടുത്ത, ഇഫ് ദ ആർമേച്ചർ ഓഫ് ദ DC ജനറേറ്റർ ഈസ് കെപ്റ്റ് സ്റ്റേഷനറി. ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കി, അപ്പോൾ തന്നെ കൊനിഷ്ഠാണെന്ന് മനസ്സിലായി. ഫീൽഡ് മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്തു. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഏതായിരിക്കും? ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കി ഫീൽഡ് മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് AC ആണ്. അപ്പോൾ ഏത് തന്നെയാണ്? അവിടെയും ഗ്രാഫ് A തന്നെയാണ്. അപ്പോൾ രണ്ടിൻ്റെ ഉത്തരം ഏത് തന്നെയാണ്? A തന്നെ ആണ്. അടുത്ത 4ാമത്തെ ചോദ്യം. മാച്ച് ദ ഫോളോയിങ്. പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ കോറ്, ഔട്ട്പുട്ട്, കൺഫൈനിങ് ഫ്ലക്സ്, ഇൻപുട്ട്, സോഫ്റ്റ് ആൻഡ് തിക്ക് വയർ, തിൻ വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രൈമറി കോയിൽ എന്ന് പറയുന്നതാണ് ഇൻപുട്ട്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ഇൻപുട്ട് എന്ന് പറയുന്നത് മിക്കവാറും എന്തായിരിക്കും? തിക്ക് വയർ ആയിരിക്കുമോ? നമ്പർ ഓഫ് ടേൺസ് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണെന്ന് പിടികിട്ടുന്നില്ല. സോ എനിക്കത് മനസ്സിലായില്ല, നമുക്കവിടെ വിടാം. സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. ഓക്കെ. അടുത്ത് കോർ എന്ന് പറയുന്നത് ഫ്ലക്സ് കൺഫൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, അത് സോഫ്റ്റ് അയൺ ആണ്. ഓക്കെ, അപ്പോൾ C കിട്ടി. C2 1. അപ്പോൾ C2 1 ദാ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെയും C2 1 ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? A1 3 പ്രൈമറി ഇൻപുട്ട് തിക്ക് വയർ. ഇവിടെ ആണെങ്കിലോ A3 3 പ്രൈമറി ഇൻപുട്ട് തിക്ക് വയർ. അപ്പോൾ പ്രൈമറി ഇൻപുട്ട് തിക്ക് വയർ ആണെന്നുള്ളത് നമുക്ക് രണ്ടിടത്തും കിട്ടി. ഇനി അപ്പോൾ B എന്തായിരിക്കും? B3 2 B സെക്കൻഡറി, അത് 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് വരത്തില്ല. സോ C ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഉത്തരത്തിലോട്ട് എത്തണം, കാര്യം അറിയാമെങ്കിലേ പറ്റുള്ളൂ. അടുത്ത് 17ാമത്തെ ചോദ്യം. 17ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ജനറേറ്റർ ഈസ് ദിസ്? ഹൗ ഡിഡ് യു അറൈവ് അറ്റ് ദ ഇൻഫറൻസ്? സ്പ്ലിറ്ററിംഗ് കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഇതെന്താണ്? ഇത് DC ജനറേറ്റർ ആണ്. ബിക്കോസ് ഓഫ് സ്പ്ലിറ്ററിംഗ് എന്നതാണ് ഉത്തരം. അടുത്ത്, വാട്ട് ഈസ് ദ അറേഞ്ച്മെന്റ് ദാറ്റ് ബ്രിങ്സ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട്? അറേഞ്ച്മെന്റിന്റെ പേരാണ് എന്ത്? സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ. ഈ അറേഞ്ച്മെന്റ് ആണല്ലോ നമുക്ക് പുറത്തേക്ക് DC കൊണ്ടുതരുന്നത്. സ്പ്ലിറ്ററിംഗ് വിത്ത് ബ്രഷ് എന്ന് വേണമല്ലോ എഴുതിക്കും. ഇഫ് ദ ആർമേച്ചർ ഓഫ് ദ ജനറേറ്റർ ഈസ് കെപ്റ്റ് സ്റ്റേഷനറി ആൻഡ് ദ ഫീൽഡ് മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ്, വാട്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി? നേരത്തെ പറഞ്ഞത് AC. ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ AC കിട്ടത്തുള്ളൂ. 17B. There are many power stations in our country that produces electricity on a large scale by utilizing various energy sources. At what voltage is electricity generated in power stations? പവർ സ്റ്റേഷൻസിൽ ഉണ്ടാക്കുന്ന എത്രയിലാണ്? 11 kV. അത് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്താണ് 220 മാറ്റുന്നത്. വാട്ട് എനർജി കൺവേർഷൻ ടേക്സ് പ്ലേസ് ഇൻ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ്? എന്തായിരിക്കും? ന്യൂക്ലിയർ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ന്യൂക്ലിയർ എനർജി വേണമെങ്കിൽ അവിടെ ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു, എന്നിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഇത് മതി. ഓക്കെ. അടുത്ത, എക്സ്പ്ലെയിൻ ഹൗ എ തെർമൽ പവർ സ്റ്റേഷൻ വർക്ക്? തെർമൽ പവർ സ്റ്റേഷനിൽ കോൾ അല്ലെങ്കിൽ നാഫ്ത ഉപയോഗിച്ച് നമ്മൾ വാട്ടറിനെ ഹീറ്റ് ചെയ്ത് അതിനെ വേപ്പറാക്കി മാറ്റും. ആ വേപ്പർ ഉപയോഗിച്ച് നമ്മൾ ടർബൈനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഇതാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും. ഇമ്പോർട്ടൻ്റ് ആയ 2-3 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നല്ല സെറ്റായിട്ട് പഠിച്ചിട്ട് പോയാൽ തന്നെ ഈ ചാപ്റ്ററിലെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഈ പറയുന്ന എല്ലാ വിഷയങ്ങളിലും A+ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും.